ഇതൊരു ഫസ്റ്റ് ഇംപ്രഷനാണ് കേട്ടോ. ഓടിച്ച് നോക്കിയിട്ട് കംപ്ലീറ്റ് റിവ്യൂ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ഇരിക്കുന്ന കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടോ? ഇത് 2-3 ദിവസം മുമ്പ് എനിക്ക് സർപ്രൈസർ കിട്ടിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. എൻ്റെ വൈഫാണ് ഇത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇതിനുള്ളിൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതെന്തായാലും തുറക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണെന്നാണ് പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. ലാസ്റ്റ് 2 ദിവസമായിട്ട് എനിക്ക് പനിയും തലവേദനയൊക്കെ ആയതുകൊണ്ട് ഞാനത് തുറന്നു നോക്കിയിട്ടില്ല. ആ ദിവസം കൊണ്ട് അല്ലി ഇത് അവളുടെ ഒരു ചെയറാക്കി മാറ്റിയിട്ടുണ്ട്. അവളിപ്പോൾ കളിക്കുന്നതും കഴിക്കുന്നതും ഒക്കെ എൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ്. ഞാനിപ്പോൾ എന്തായാലും റിക്കവറായി വരുന്നുണ്ട്. ഇനി ഇത് തുറന്നു നോക്കാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ശരിക്കും ഇങ്ങനെയൊന്നുമല്ല ഞാനിത് അൺബോക്സ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. ഇതിനുള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കാരണം ഇങ്ങനെയൊക്കെ തുറക്കുന്നതേ ഉള്ളൂ. ഈ ബോക്സിന്റെ വലിപ്പം കണ്ടപ്പോൾ ഇതിനുള്ളിൽ RC ആണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ തുറക്കുമ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടുമെന്നും കൂടെ അവള് പറഞ്ഞുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു ഇതിനുള്ളിൽ എന്തെങ്കിലും RC ആയിരിക്കും. അല്ലെങ്കിൽ എന്തായാലും കാര്യം മനസ്സിലായി. അവൾ അതിന്റെ മുകളിൽ ചാടി കയറി ഇരുന്നിട്ട് എന്നെ വരട്ടാൻ നോക്കുക. നൈസായിട്ട് അവളെ ഒതുക്കിയിട്ട് ഞാൻ സാധനം പുറത്തെടുത്തു ഗൈസ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സാധനം. MJXന്റെ ഹൈപ്പർഗോ 10208 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഇതിന്റെ ബോക്സിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഗൈസ് 100 ആംപിയർ സപ്പോർട്ട് ചെയ്യുന്ന ബ്രഷ്ലെസ് CSC ആണ് ഇതിന് കൊടുത്തേക്കുന്നത്. 3S ഫോറസ്റ്റ് ബാറ്ററിയും സപ്പോർട്ട് ചെയ്യും. പിന്നെ 35 kgയുടെ ഒരു വാട്ടർ പ്രൂഫ് സ്റ്റിയറിംഗ് സെർവോ. ബോക്സ് തുറന്ന ഭാഗം തന്നെ കിട്ടിയത് മാനുവലാണ്. അതിപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് മാറ്റി വയ്ക്കാം. ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ ഈ വണ്ടി ആദ്യമായിട്ട് കാണുന്നത്. ഒരു അട്ടാറ് സാധനം ഗൈസ്, ഒരു രക്ഷയില്ല. വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, പക്ഷേ വണ്ടി അന്യായ സൈസും അത്യാവശ്യം വെയിറ്റും ഉണ്ട് കേട്ടോ. ഗൈസ് ഈ വീഡിയോ കാണുന്നതിൽ പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് തോന്നുന്ന കമന്റും ചെയ്യുക. അല്ലേ നിനക്കല്ല. എന്ത് എന്തിനാ എന്റെ കൂടെ തന്നെ അതിൽ ബാറ്ററി ഇടണോടാ ഗായ്സ്. പിന്നെ ബോക്സിനകത്ത് നമ്മുടെ RC കാർ കൂടാണ്ട് കുറച്ച് എക്സ്ട്രാ സ്പെയർ പാർട്സും ഒരു വീലി ബാറും പിന്നെ അത്യാവശ്യം വേണ്ട ചില ടൂൾ കിറ്റും ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ MJXന്റെ ട്രാൻസ്മിറ്റർ. വളരെ സിമ്പിൾ ട്രാൻസ്മിറ്റർ ആണ്, ഒരുപാട് സ്വിച്ചസും കാര്യങ്ങളൊന്നുമില്ല. ഗായ്സ് ഇതാണ് നമ്മുടെ സാധനത്തിന്റെ ഔട്ട് ഓഫ് ബോക്സ് ലുക്ക്. എങ്ങനെയുണ്ട്? ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ് കേട്ടോ. ഓടിച്ച് നോക്കിയിട്ട് കംപ്ലീറ്റ് റിവ്യൂ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. വണ്ടിയുടെ 90% പാർട്സും ബിൽഡ് ചെയ്തേക്കുന്ന ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് കൊണ്ടിട്ടാണ്. ഇത് പ്ലാസ്റ്റിക് ആണോ എന്നറിയില്ല, പക്ഷേ മെറ്റൽ അല്ല. ഈ പീസ് ഒക്കെ മെറ്റലാണ്. ഈ ചാസിലുള്ള ലൈറ്റൊക്കെ വർക്കിംഗ് ആട്ടാ. സസ്പെൻഷനൊക്കെ ഒരേ പൊളി. ഗൈസ് സാധനം അത്യാവശ്യം പവർഫുൾ ആയതുകൊണ്ട് തന്നെ മോട്ടറിനെ തണുപ്പിക്കാൻ വേണ്ടി 2 ഫാൻ കൊടുത്തിട്ടുണ്ട്. ESCക്ക് സെപ്പറേറ്റ് ഒരു ഫാനും. വണ്ടിയുടെ വീലി ബാർ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്, അത് നമുക്ക് പിടിപ്പിക്കാം. പിന്നെ നമ്മുടെ കയ്യിലാണെങ്കിൽ ഫോറസ്റ്റ് ബാറ്ററി ഒന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നതിൽ ഒരു 3S ബാറ്ററി എടുത്തിട്ട് വണ്ടി ഓണാക്കി. പിന്നെ ഇതിൽ വരുന്ന ക്ലിപ്ലെസ് ബോഡിയാണ്. ആദ്യമായിട്ടായതുകൊണ്ടായിരിക്കും ഭയങ്കര ടൈറ്റ് ആയിരുന്നു ബോഡി ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 AA ബാറ്ററി ഇട്ട് ട്രാൻസ്മിറ്റർ ഓണാക്കി കേട്ടോ. നമ്മുടെ വണ്ടി ഓണായപ്പോൾ എന്താണെന്നറിയില്ല, എന്നെക്കാളും വലിയ സന്തോഷം നമ്മുടെ അല്ലിക്കായിരുന്നു. ഞാനൊരു ഭാഷ ടൈപ്പ് RC കാർ ആദ്യമായിട്ട് ഓടിക്കാം. കൺട്രോൾ ചെയ്യാൻ ഒടുക്കത്തെ പാടാ. ഈവൻ 3S ബാറ്ററിയിലും പറഞ്ഞു. ഇതിന്റെ ലൈറ്റ്സ് എല്ലാം കൊടുത്തേക്കുന്ന ചാനൽ 3 സ്വിച്ചിലാട്ടാ. എല്ലാം നല്ല റെസ്പോൺസീവാ. ഇത് ശരിക്കും വീടിനകത്തിട്ട് ഓടിക്കേണ്ട മുതലല്ല, ഇതിനെ ഓടിക്കാൻ പറ്റിയ ഒരു ഗ്രൗണ്ട് കണ്ടുപിടിക്കണേ.